ഗൈസ് ഇത് നോക്കൂ, എന്ത് ഭംഗിയാണല്ലേ നമ്മുടെ പ്രകൃതിക്ക്. കണ്ണും മനസ്സും എല്ലാം നിറയ്ക്കുന്ന ഒരു കാഴ്ച. ഈ കണ്ടിട്ട് മതിയാവുന്നില്ല. ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം വെക്കേഷൻ എല്ലാം കഴിയാറായി. ഞങ്ങളിതാ ഇപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി ഞങ്ങൾ 2 മാസം മുന്നേ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. അത് ഇതുവരെ സക്സസ് ആയില്ല കേട്ടോ. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു തീരുമാനമാണ്. ഞങ്ങളിതാ 4 മണിക്ക് എണീച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. മത്തി, കപ്പി, പിന്നെ ചോറും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ ഓരോ ഐറ്റംസ് എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഒരു 7:45 കേട്ടോ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുന്നത് കരിയത്തുംപാറ കക്കയത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം പകുതി വൈകി എത്തിയപ്പോൾ ഞങ്ങളിതാ ചായ കഴിക്കാൻ കയറുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പൊറോട്ടയും അവരൊക്കെ ചിക്കൻ കഴിച്ചു. ഞാൻ കടലക്കറിയാണ് എടുത്തത്. പിന്നെ ഞങ്ങൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്നൊക്കെ വരികയാണെങ്കിൽ ഞങ്ങൾ കുന്നമംഗലം ടച്ച് ചെയ്തിട്ട് കൊയിലാണ്ടി റോഡിന് കയറിയിട്ട് പിന്നെ എസ്റ്റേറ്റ് മുക്ക് എന്ന റോഡിനാണ് കേട്ടോ പോണത്. അപ്പോൾ അതാ ഞങ്ങൾ പോണ വഴിയാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ആ സിനിമ പാട്ടാണ് ഓർമ്മ വന്നത്. കണ്ടു വാഗപ്പൂവിൻ കൂടം, കണ്ടു മണിയിലെ തരകളും, മനോടുന്നുണ്ടേ തെങ്കുടുണ്ടേ, കിളികൾ പലതുണ്ടേ, കാടരാൻ വാ ഓടരാൻ അത്രയും ബ്യൂട്ടിയാണ് കേട്ടോ ഇവിടെ. ഇതിൽ നമ്മുടെ കോഴിക്കോടിനെ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അത്രയും മനോഹരമാണ് ഈ പോകുന്ന വഴികൾ, കാടും മലയും കുന്നുകളും എല്ലാം. അപ്പോൾ ഇവിടെ നല്ല എന്താ പറയുക വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ വണ്ടി നിർത്തി ഒന്ന് സ്ലോ ആക്കിയിട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ കുന്നിൻ്റെ മേലേക്ക് വലിയൊരു പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ളവർക്ക് വെള്ളം എടുക്കാൻ ശരിക്കും മോട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം ഈ കക്കയ ഡാമിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ കണ്ടില്ലേ, നീല കുന്നുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മൾ ഇങ്ങോട്ട് പോകുന്തോറും ഒരു ചെറിയൊരു തണുപ്പ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഇങ്ങനെ അരിച്ചരിച്ച് കയറുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. ഈ പാർക്കിൻ്റെ അടുത്തുള്ള ഈ മതിൽ കണ്ടോ? ഈ മതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ട്രെയിനിൻ്റെ ബോഗി പോലെയാണ്. കണ്ടില്ല, അടിപൊളി രസമാണ് കേട്ടോ അവിടെ കാണാൻ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഇവിടെ ഒരു ചോല കണ്ടിട്ടോ. ഈ പാറക്കെട്ടുകളും നല്ല അരുവികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഇവിടെ നിർത്തി. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് ഇറങ്ങി നോക്കാൻ കേട്ടോ. ഇറങ്ങി നോക്കിയപ്പോഴാണ് ഇവിടെ അടിപൊളി വെള്ളമാണ് കേട്ടോ. നല്ലൊരു പാറ ഉണ്ട് ഇങ്ങനെ. പക്ഷേ കല്ലുമിലും പാറമലൊക്കെ നല്ല വഴുക്കുണ്ട് കേട്ടോ. ഇപ്പോൾ മഴ കുറവാണ് കേട്ടോ ഇവിടെ. അപ്പം ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ഒക്കെ നല്ല തണുപ്പാണ് കേട്ടോ. പിന്നെ എല്ലാവരും മുഖമൊക്കെ കഴുകി തിരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ കുറച്ചും കൂടെ ഇവിടെ ഇരിക്കട്ടെ എന്ന്. കാണുന്ന പാറൻ്റെ താഴേക്ക് വലിയൊരു കൊക്കയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ ബ്രദറും വൈഫൊക്കെയാണ്. അപ്പം റൂട്ട് മുന്ന് പോകുമ്പോൾ അവർ വിളിച്ച് പറയുന്നുണ്ട് ഈ പാറൻ്റെ മേലെ ഇരിക്കരുതെന്ന്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. അതിൻ്റെ ഈ സൈഡിലേക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. റീൽസിനും ഫോട്ടോഷൂട്ടിനും പറ്റിയ അടിപൊളി പ്ലേസാണ് കേട്ടോ. ക്യാമറ എവിടെ വെച്ചാലും നല്ല വ്യൂ ആണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഇവരിവിടെ നിന്ന് മീൻ പിടിക്കാൻ കേട്ടോ. ഇവിടെ എക്കുറയത്തിൽ ഇടാൻ പറ്റിയ അങ്ങനത്തെ ഒരു പൂക്കളുള്ള ടൈപ്പുള്ള മീനുകളുണ്ട് കേട്ടോ. അവിടെ കുറേ ഉണ്ട്. അപ്പോൾ ഇവർ തോർത്ത് വെച്ചിട്ട് ഇതൊക്കെ പിടിക്കാൻ. പിന്നെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് വരുമ്പോഴേ എന്തായാലും നമ്മൾ ഇത് കൂടെ തന്നെയാണ് വരിക, അപ്പോൾ പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകാൻ കേട്ടോ. ഞങ്ങൾ കക്കയത്തിലേക്ക് എത്തിയിട്ടില്ല. കക്കയത്തിൽ പോണ വഴിയാണ് കേട്ടോ ഇത്. അവിടെ അരുവി കണ്ടപ്പോൾ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ മഴയത്തൊക്കെയാണ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ അടിപൊളി തണുപ്പായിരിക്കും. ഇതൊക്കെ കക്കയം ഡാമിൻ്റെ കുറേ ഭാഗങ്ങളായിട്ട് അവിടെ പുഴകളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി പുഴകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിത് അവസാനം കക്കയത്ത് എത്തിയിട്ടോ. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് റേറ്റ് തോന്നുന്നു 40 ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറേ ചാമ്പയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ചാമ്പയ്ക്കൊക്കെ കുരങ്ങന്മാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ അവിടെ.
വണ്ടി ഇതാ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് പാർക്ക് ചെയ്യണേ. എന്നിട്ട് ഞങ്ങളിതാ ഇവിടെ താഴേക്ക് നടക്കാൻ പോവാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. ഇവിടെ നമുക്ക് നടന്ന് കാണാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെ നല്ലൊരു അടിപൊളി പുഴ ഉണ്ട് കേട്ടോ. ഈ പുഴയിലൊരു ബോട്ട് സർവീസൊക്കെ ഉണ്ട്. എന്തൊക്കെ ബോട്ട് സർവീസാണ് നടത്തേണ്ടത്, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിന് നേരെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളിവിടെ താഴേക്ക് പോകാൻ പുഴയിൽ ഇറങ്ങരുത് എന്ന് പ്രത്യേകം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ വന്നിട്ട് ഈ ഊഞ്ഞാലുമ്മൽ ആടുന്നുണ്ട് കേട്ടോ. നമുക്ക് പുഴ നോക്കി ഊഞ്ഞാലാടാം കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടെ ബോട്ട് സർവീസ്. അങ്ങനെ ഞങ്ങളിവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കേട്ടോ. ആ പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പം പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ അടിപൊളി കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു ഉരക്കുഴി വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാനാണ് പോകുന്നത്. അത് കാട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉരക്കുഴി വെള്ളച്ചാട്ടം. അപ്പോൾ ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. കയ്യിൽ കുറച്ച് ചാമ്പക്ക ഉണ്ടായിരുന്നു, അതൊക്കെ ഇവർ ഇട്ട് കൊടുത്തുട്ടാ. അപ്പോൾ ഇത് കഴിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞങ്ങൾ കുറേ നോക്കി നിന്നിട്ടോ. അതൊക്കെ കണ്ടില്ല, അമ്മയും കുഞ്ഞും. അപ്പോൾ ഇവിടുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഒരു 4 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓഫ് റോഡാണ്. KCBൻ്റെ വണ്ടി ഉണ്ടാവുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങളിങ്ങനെ നടന്ന് നോക്കിട്ടോ. പക്ഷേ KCBൻ്റെ വണ്ടിയൊന്നും കണ്ടിട്ടില്ല. ഇനി ഒരു പ്രത്യേക സമയത്താണോ എന്ന് അറിയാനും പറ്റില്ല. ഇവിടെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ, ഉരക്കുഴി വെള്ളച്ചാട്ടം എന്നൊക്കെ. അപ്പം ആരോ മാർക്കിട്ട് പ്രത്യേകമായിട്ട് കാണിക്കുന്നുണ്ട്. പോകുമ്പോൾ കുറച്ച് വെള്ളം കൈ പിടിക്കുന്നത് നല്ലതാണ്. ഇതൊരു ഷോർട്ട് കട്ടാണ്. അപ്പം നമ്മളിതാ ഈ ഷോർട്ട് കട്ട് കൂടെ പോവാണ്. പോകുമ്പോൾ തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുക. ഈ ഷോർട്ട് കട്ട് കഴിഞ്ഞാൽ പിന്നെ റോഡുണ്ട് കേട്ടോ. പിന്നെ റെസ്ട്രിക്റ്റഡ് ഏരിയ അവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. ആന ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. കുറേ ആനപ്പിണ്ടിയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ആ ഏരിയയിലൊക്കെ. പിന്നെ ഞങ്ങൾ ഒരു റോഡ് എത്തിയിട്ടോ. അവിടെയുണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഉരക്കുഴി വെള്ളച്ചാട്ടം. കക്കയം ഡാമിൻ്റെ ഒരു പാട്ടാണ് കേട്ടോ അത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്തോറും ഈ ഭയങ്കര ചീവിടിൻ്റെ ശബ്ദമാണ് കേട്ടോ ഉണ്ടാവുക. ഇതൊക്കെ KCBൻ്റെ സെക്ഷനാണ് കേട്ടോ ഇവിടെയൊക്കെ. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് കൂടാണ് വണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഇവിടെ എത്തുന്തോറും വണ്ടിയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അങ്ങോട്ട് പോകുന്നേ. ഏകദേശം നമ്മുടെ ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 4 കിലോമീറ്റർ നടന്നു ക്ഷീണിച്ച ആവശ്യമായിട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു തൂക്കുപാലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുടിവെള്ളം ഉണ്ട് കേട്ടോ. അതാ പൈപ്പിൽ നിന്ന് വരുന്ന ഒരു പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഈ മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. ഓസൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ. പിന്നെ ഇവിടെ നല്ല പ്രൊട്ടക്ഷനാണ് കേട്ടോ. സൈഡിലൊക്കെ കണ്ടില്ലേ കമ്പീൻ്റെ വേലിക്കാണ് കെട്ടിയിട്ടുള്ളത്. പിന്നെ ഫോറസ്റ്റിൻ്റെ ഗാർഡുകളൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ. ഈ പാറൻ്റെ മേൽക്കൂടെ കണ്ടില്ലേ വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. ഈ ഒരു വഴി എത്തുന്നത് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കുള്ള ഒരു പാറക്കെട്ടിലാണ് കേട്ടോ. അപ്പോൾ പാറക്കെട്ടിൽ നിന്നിട്ടാണ് നമ്മൾ വെള്ളച്ചാട്ടം കാണുന്നത്. പിന്നെ ഇവിടെ നടന്നു പോകുമ്പോൾ അട്ട കയറുന്നുണ്ട് കേട്ടോ. കാൽമേലേക്ക് അട്ട കയറിയത് കാണില്ല.
കുറേ കഴിഞ്ഞ് ചോറൊക്കെ കുടിച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ആ അട്ടേൻ്റെ ആ വലിപ്പം കാണട്ടോ. ഇപ്പോൾ ഓൻ്റെ കാലുമേലേക്ക് കുറേ അട്ട കയറിയിട്ടുണ്ട്. അപ്പം അട്ടനെ കാണിച്ചു തരാം. ഇനി അട്ട കാണാത്തവരുണ്ടെങ്കിൽ ഇതാ വളരെ കുഞ്ഞ അട്ടാണ് കേട്ടോ, കണ്ടില്ലേ. പക്ഷേ ഇത് കാലുമേൽ കയറി ചോര കുടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല വലിപ്പം വെക്കൂട്ടോ ഇത്. അങ്ങനെ തന്നെ ഞങ്ങളിതാ ഈ പാറക്കെട്ടിലെത്തി നിങ്ങൾ വെള്ളച്ചാട്ടം ആസ്വദിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഉരക്കുഴി വെള്ളച്ചാട്ടം. ഇത് വലിയൊരു കൊക്കാണ് കേട്ടോ. മലേൻ്റെ താഴേക്കാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നത്. ഇതാണ് വെള്ളച്ചാട്ടം. പക്ഷേ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രയൊന്നുമില്ല. എന്നിരുന്നാലും മഴക്കാലത്ത് ഇവിടെ നല്ല ഫോഴ്സ് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വേനലായതുകൊണ്ടാണ് ഇവിടെ കുറവ്. പിന്നെ പ്രത്യേകത ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിലൊക്കെ ഓരോരോ കുഴിയുണ്ട് കേട്ടോ. ഇനി വെള്ളം തട്ടിയിട്ട് കുഴി ആയതാണോ ഫോഴ്സ് കൊണ്ടുള്ള കുഴിയാണോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതൊക്കെ കുഴിയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് കുഴി ആയതാണെന്നാണ് തോന്നുന്നത്. കുറേ ഉണ്ട് കേട്ടോ കുഴി. അങ്ങനെ ഞങ്ങൾ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് കരിയാത്തമ്പലത്തിലേക്കാണ്. അപ്പോൾ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും നമ്മുടെ മറ്റൊരു വീഡിയോയിലായിരിക്കും ട്രൈ ചെയ്യുക. കാരണം വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇത്രയുള്ള തന്നെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. താങ്ക്